കേരളത്തിൽ നമ്മൾ ഇതുവരെ അല്ലെങ്കിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നമ്മൾ കണ്ട കേരളമല്ല പുതിയ കാലത്തെ കേരളം എന്നത്. ഫിക്ഷൻ വലിയ തോതിൽ കേരളത്തെ പുതുക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കേരളത്തിൻ്റെ അതിരുകളെ കുറെ കൂടി വലുതാക്കിയിട്ടുണ്ട്. കേരളത്തിൽ നമ്മൾ ഇതുവരെ കാണാത്ത പല അദൃശ്യതകളും ദൃശ്യമായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് ആലോചിച്ചാൽ ഒരുപക്ഷെ NS മാധവൻ. എല്ലാവർക്കും നമസ്കാരം. ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റു ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ച് തുടങ്ങാം എന്നാണ് കരുതുന്നത്. അസറുടെ പറഞ്ഞത് അടുത്ത കാലത്തായിട്ടാണ് ഈ പ്രവണത ഉണ്ടാവുന്നതെന്ന്. ഞാൻ കരുതുന്നത് നോവലിൻ്റെ ദൗത്യം തന്നെ ചരിത്രത്തിലെ നിശബ്ദമായ ഇടങ്ങളെ പൂരിപ്പിക്കുക തന്നെയാണ്. നോവലിന് മറ്റൊരു ദൗത്യവുമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അത്തരത്തിൽ നിശബ്ദരാക്കപ്പെട്ട വ്യക്തികളാവാം, സംഭവങ്ങളാവാം, കാലമാവാം, സമൂഹങ്ങളാവാം, അതിനെയൊക്കെ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരിക എന്ന വലിയ ദൗത്യം എല്ലാ കാലത്തും നോവലുകൾ നിർവഹിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അടയാളപ്പെടുത്തുകയാണ്. അയാളുടെ ലക്ഷ്യം വേറെ ആയിരുന്നുവെങ്കിൽ പോലും വിഭാഗത്തിൽപ്പെട്ട ജനവിഭാഗങ്ങളെ ക്രിസ്തീയ മതത്തിലേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു അയാളുടെ ലക്ഷ്യം. എങ്കിൽ പോലും ആ നോവൽ മുന്നോട്ട് വെക്കുന്നത് ഈ താഴെക്കിടയിലുള്ള മനുഷ്യരുടെ സംഘർഷങ്ങളും ആദികളുമാണ്. ഞാൻ പറയുന്നത് എല്ലാ കാലത്തും ഈ നോവൽ അത്തരത്തിൽ സഞ്ചരിച്ചിട്ടുണ്ട് എന്നാണ്. അങ്ങനെ നിശബ്ദമാക്കപ്പെട്ട മനുഷ്യരുടെ ചരിത്രങ്ങൾ നോവലുകളിലേക്ക് പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നോവൽ സാറാ ജോസഫിൻ്റെ ബുധിനിയാണ് എന്നാണ്. ബുധിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ച് ചരിത്രത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രം പരാമർശിച്ച ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെ പോയി കണ്ട് അടയാളപ്പെടുത്തി അവളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന ഉജ്ജ്വലമായ നോവലാണ് സാറാ ജോസഫിൻ്റെ ബുധിനി. നെഹ്റുവിന് നിങ്ങൾ ആ നോവൽ വായിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ ചരിത്രം അറിയാം എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു ഡാമിൻ്റെ നിർമ്മാണ അല്ലെങ്കിൽ ഉദ്ഘാടന വേളയിൽ നെഹ്റുവിൻ്റെ കഴുത്തിലേക്ക് മാലയിട്ടു എന്നതിൻ്റെ കാരണത്താൽ സന്താളി വിഭാഗത്തിൽപ്പെടുന്ന ഗോത്രവിഭാഗത്തിൽപ്പെടുന്ന പെൺകുട്ടി ആ ഗോത്ര സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും അന്യാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വലിയ സംഭവമാണ്. അത് നമ്മളെ സംബന്ധിച്ച് ഒരു പത്രത്തിൽ വായിച്ച ഒരു ചെറിയ വാർത്തയാണ്, ഒരു പെൺകുട്ടിയെ ഗോത്രത്തിൽ നിന്ന് പുറത്താക്കിയത്. പക്ഷേ ആ പെൺകുട്ടി പിൽക്കാലം മുഴുവൻ ജീവിതത്തിൽ അനുഭവിച്ച സംഘർഷങ്ങളെ എങ്ങനെയാണ് ടീച്ചർ നോവലിലേക്ക് കൊണ്ടുവന്നത് എന്ന് പറയുമ്പോഴാണ് നോവൽ എങ്ങനെയാണ് പ്രസക്തമാവുന്നത് എന്നത് വലിയ കാര്യമാകും. അല്ലെങ്കിൽ നമ്മൾ നായർ മേധാവിത്വത്തിൻ്റെ പതനം എന്ന് പറയുന്ന ഒരു ചരിത്ര പുസ്തകം നമ്മൾ വായിക്കണം. അത് ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻ്റാണ്, ധാരാളം വിവരങ്ങൾ അതിനകത്തുണ്ട്. പക്ഷേ തകഴിയുടെ കയറോ MT യുടെ നാലുകെട്ടോ വായിക്കുമ്പോഴാണ് അതിലെ മനുഷ്യരനുഭവിച്ച സംഘർഷങ്ങൾ എന്താണ് എന്ന്